ഹായ്, നമ്മളിന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മളോട് പലരും ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ഇത്രയും ക്വാളിറ്റിയുള്ള ബോർഡ് എവിടെ നിന്നാണ് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നതിനുള്ള. നമ്മൾ PCB പവർ എന്നാണ് നമ്മൾ കൂടുതൽ ബോർഡുകളും ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഇതൊരു ഗുജറാത്ത് ബേസ്ഡ് കമ്പനിയാണ്. നമുക്കിത് ഓർഡർ ചെയ്തിട്ടൊരു 10-12 ദിവസത്തോളമായി നമുക്കിത് കൈ കിട്ടിയിട്ട്. നമുക്കിതിൻ്റെ ഒരു ക്വാളിറ്റിയും ഈ ബോർഡിൻ്റെ എങ്ങനെയാണ് നമ്മളിത് ഓർഡർ ചെയ്തെടുക്കുന്നതെന്നുള്ളതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽസ് നമുക്ക് പറയാം. ഓക്കെ, ഇതൊരു ബില്ലാണ്. നമ്മളിത് ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ് വരുന്നത്. എനിക്കിത് ബ്ലൂ ഡാർട്ട് വഴിയാണ് കൊറിയർ കിട്ടിയത്. അവർ കറക്റ്റായിട്ട് ഓർഡറിൽ നമുക്ക് മെയിലും കാര്യങ്ങളും, എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ മെയിലും കാര്യങ്ങളും, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെയിലും ഒക്കെ നമുക്ക് അയക്കും. അല്ലെങ്കിൽ നമ്മൾ ഫോൺ വഴി നമ്മളെ കോൺടാക്റ്റ് ചെയ്യും. നമ്മൾ അതെന്താണ് വേണ്ടത്, എന്തെങ്കിലും മാറ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. പിന്നെ കൂടുതൽ എണ്ണം അടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ റേറ്റ് വ്യത്യാസമുണ്ട്. അത് സ്ക്വയർ ഇതിലാണ് ചെയ്യുന്നത്, സ്ക്വയർ ഫീറ്റിലും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ റേറ്റ് അതിനനുസരിച്ച് കുറയും. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അതിൻ്റെ ഒരു കുറച്ച് വന്നേക്കുന്നു. നേരത്തെ പോലൊരു ബില്ല് നമുക്ക് ഇതിൻ്റെ കൂടെ വന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ബോർഡ്. ഇന്ന് വളരെ കട്ടിയുള്ളൊരു പ്ലാസ്റ്റിക്കിലാണ് വന്നേക്കുന്നത്. നമ്മൾ കൂടുതൽ ബോർഡുകൾ നമ്മൾ ബ്ലാക്കിലാണ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് കവറ് മാറ്റി നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബോർഡ്. ഇത് വളരെ ക്ലിയറായിട്ട് നമ്മുടെ പേരും ക്യൂരിയോസിറ്റി എന്നുള്ള പേരും, നമ്മളൊരു 5 ബോർഡാണ് ഒന്നിച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അത് നമുക്ക് ഒന്നിച്ച് റേറ്റിൻ്റെ ഭാഗമായിട്ട് റേറ്റ് വ്യത്യാസം വരാൻ വേണ്ടി നമ്മൾ ഒന്നിച്ച് ചെയ്തതാണ്. നമുക്കിത് പിന്നെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഓരോ ബോർഡും കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇതൊരു 2 ലെയർ ബോർഡാണ്. നമ്മളിവിടെ കൂടുതലും നമുക്ക് 2 ലെയർ ബോർഡ് കിട്ടുന്നില്ല. അതല്ലേ തന്നെ ക്വാളിറ്റി വളരെ മോശമാണ്. അപ്പോൾ അതിനെ തുടർന്നാണ് ഒത്തിരി വർഷമായിട്ട് നമ്മളിപ്പം കൂടുതലും ബോർഡുകളെല്ലാം തന്നെ PCB പവറിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 2 ലെയർ ബോർഡാണ്. നിങ്ങൾക്ക് കാണാം, ഇവിടെ നമുക്ക് കമ്പോണൻസ് പ്ലേസ് ചെയ്യാൻ പറ്റും, ഇവിടെയും ചെയ്യാൻ പറ്റും. ഇതിനകത്ത് SMD ഉണ്ട്, ത്രൂ ഹോൾ കമ്പോണൻസും ഉണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കമ്പോണൻറ്റ് ഇൻറ്റഗ്രേഷനാണ് നമ്മൾ ഈ ബോർഡ് ചെയ്തേക്കുന്നത്. ഇതൊരു ചാർജർ കട്ട് ഓഫ് ബോർഡാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനലിൽ പിന്നീട് ഇടാവുന്നതാണ്. ഇതിനകത്ത് കമ്പോണൻസും എല്ലാം വെച്ചിട്ടുള്ള അസംബിൾ ചെയ്തിട്ടുള്ള, ഇതിനകത്ത് LCD ഡിസ്പ്ലേ, നമ്മുടെ മൈക്രോ കൺട്രോളർ, റിലേ, കുറച്ച് പൊട്ടൻഷ്യോമീറ്ററുകൾ, പിന്നെ നമ്മുടെ ബാറ്ററി കണക്ടർ, അതുപോലെ ലോഡ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ കുറേ ഇൻപുട്ട് ഔട്ട്പുട്ട് കോൺഫിഗറേഷനിലാണ് ഒരു 2 ലെയർ ഡിസൈനിലാണ് നമ്മൾ ഈ ബോർഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ട്രാക്ക് വളരെ ക്വാളിറ്റി ഉള്ള ട്രാക്കാണ്. അതായത് ഓവർലാപ്പിങ്ങിൻ്റെ ആണെങ്കിലും വളരെ മൈന്യൂട്ടായിട്ടുള്ള ട്രാക്കിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ ചെയ്യുന്ന കൂടുതലും കണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ട്രാക്കാണെങ്കിൽ ഓവർലാപ്പ് ചെയ്യും, അല്ല അതിനിടയ്ക്കാണെങ്കിൽ ചെറിയൊരു പാച്ചസും കാര്യങ്ങളും എല്ലാം വരും. പക്ഷേ ഇതിനകത്ത് വളരെ നല്ല രീതിയിലുള്ള ലൈൻസും കാര്യങ്ങളും, വളരെ ക്ലോസ് ആയിട്ട് പോയപ്പോൾ ഒരു ഷോട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതാണ് നമ്മൾ ഈ ബോർഡ് ഡിസൈൻ ചെയ്ത് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബേസിക്കായി നമുക്ക് കൂടുതൽ ആൾക്കാർക്ക്, ഇലക്ട്രോണിക്സ് മേഖലയിൽ നിൽക്കുന്ന ഒട്ടുമിക്ക എല്ലാ ആൾക്കാർക്കും അറിയാവുന്നതാണ് ഇതിൻ്റെ പാഡ് ഇളകിപ്പോകുന്ന ഒരു പ്രശ്നം വരുന്നത്. അതായത് നമ്മുടെ ഈ ലെഡ് പാഡ് കുറേ തവണ സോൾഡർ ചെയ്ത് അല്ലെങ്കിൽ ഡീസോൾഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്പോണൻസ് മാറ്റി വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ലെഡ് പാഡ് ഭയങ്കരമായിട്ട് ചൂടായി ഒത്തിരി തവണ മൾട്ടിപ്പിൾ ടൈം നമ്മൾ ഈ ബോർഡിൽ നിന്ന് കമ്പോണൻസ് മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ ലെഡ് പാഡ് നശിച്ചു പോകും, ഇളകിപ്പോവും. പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിൽ നമ്മൾ കുറേ തവണ ഇതുപോലത്തെ പ്രോട്ടോടൈപ്പ് ബോർഡുകൾ നമ്മൾ ചെയ്തും കമ്പോണൻസ് ഊരുകയും വാല്യൂ മാറ്റുകയും ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനൊരു ബുദ്ധിമുട്ട് നേരിട്ടിട്ടില്ല. അതുകൊണ്ട് വളരെ നല്ല ക്വാളിറ്റിയിലാണ് അവർ ഈ ബോർഡ് പ്രിൻറ്റ് ചെയ്യുന്നത്. നമുക്ക് ഓൺലൈനിലാണ് PCB പവർ എന്നുള്ള നമ്മുടെ അതിൻ്റെ ഗർബർ ഫയൽ നമ്മൾ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്, അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് അതിൻ്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് വ്യത്യാസം വരും. അതുപോലെ മാക്സിമം ഇത്ര സ്ക്വയർ മീറ്റർ എന്നുള്ളത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, എത്ര വരെയാണ് അവർക്ക് മാക്സിമം ബോർഡ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അതുപോലെ തന്നെ അവരാണെങ്കിൽ കമ്പോണൻസ് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പ്ലേസ് ചെയ്ത് നമുക്ക് അയച്ചു തരും. നമ്മളത് കൂടുതലും ചെയ്യുന്നില്ല, കാരണം ഇതൊക്കെ ഒരു പ്രോട്ടോടൈപ്പ് ബോർഡുകളും ഡെവലപ്മെൻറ്റ് ബോർഡ്സും ആയതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഓരോ വാല്യൂസ് മാറ്റിയും ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ ബോർഡ് ചെയ്യാറുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ ക്യൂരിയോസിറ്റിയുടെ ചാർജർ കട്ട് ഓഫിൻ്റെ ഒരു ബോർഡാണ്. ഇതിനകത്ത് LCD ഡിസ്പ്ലേ എല്ലാം വരുന്നൊരു ബോർഡാണ്. ഇത് വളരെ ചെറിയൊരു സൈസിലാണ്. അതായത് നമ്മുടെ ഒരു LCD ഡിസ്പ്ലേ 16:2 ഒരു ചെറിയ LCD ഡിസ്പ്ലേയുടെ വലിപ്പമേ ഒരു ബോർഡിന് വരുന്നുള്ളൂ. വളരെ ചെറിയൊരു ബോർഡാണ്. അതിൻ്റെ 4 സ്ക്രൂ സൈസുമാണ് ഇതിന് വന്നേക്കുന്നത്. വളരെ കോമ്പാക്റ്റായിട്ട് ചെയ്തൊരു ചാർജർ കട്ട് ഓഫ് ബോർഡാണ് ഇത് വരുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇതിലൂടെ പറയാനുള്ളത്. താങ്ക് യു.